സെയിൽസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. പെർsuasion, നെഗോഷിയേഷൻ, അങ്ങനെ ഹൈ എനർജി ലെവലിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ടുന്ന കുറച്ചധികം കാര്യങ്ങൾ. പക്ഷെ മെഡിറ്റേഷൻ എന്ന് കേൾക്കുമ്പോഴാണ് കാം, കളക്റ്റഡ്, അൺഅഫക്റ്റഡ്, നമ്മുടെ മനസ്സിന് തന്നെ സുഖം കിട്ടുന്ന കുറച്ചധികം സങ്കല്പങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പക്ഷെ രണ്ട് എക്സ്ട്രീംസ് ആണ് എന്ന് നമ്മൾ കരുതുന്ന സെയിൽസും മെഡിറ്റേഷനും തമ്മിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില സമാനതകളുണ്ട്. മെഡിറ്റേഷനെ കുറിച്ചുള്ള ആ ഉൾക്കാഴ്ചകൾ ഒരുപക്ഷെ സെയിൽസിനെ കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പത്തെ തന്നെ മാറ്റിമറിച്ചേക്കും. മെഡിറ്റേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം. സാഹചര്യങ്ങളൊക്കെ അനുകൂലമാകുമ്പോൾ നമ്മളിൽ വന്ന് സംഭവിക്കുന്ന ഒന്നാണ് മെഡിറ്റേഷൻ. നിർബന്ധപൂർവമായിട്ട് നമുക്ക് ധ്യാനത്തിലേക്ക് എത്താൻ കഴിയില്ല. സ്വാഭാവികമായിട്ട് അത് നമ്മളിൽ എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ മാത്രമാണ് നമുക്ക് കഴിയുക. സെയിൽസും അങ്ങനെ തന്നെയാണ്. ആളുകളെ നിർബന്ധിച്ചിട്ട് നമുക്കൊന്നും വാങ്ങിപ്പിക്കാൻ കഴിയില്ല. വാങ്ങണം എന്നുള്ളൊരു തീരുമാനം സ്വാഭാവികമായിട്ട് അവരെടുക്കാൻ പാകപ്പെടുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ മാത്രമാണ് നമുക്ക് കഴിയുക. അവർ നമ്മളെ വിശ്വസിക്കാനും നമ്മളുമായിട്ട് കണക്ട് ചെയ്യാനും ഒരു പ്രഷറും ഇല്ലാതെ വാങ്ങാനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ. ധ്യാനം നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ പ്രസൻസും അവയർനെസ്സും. ധ്യാനത്തിൽ നമ്മൾ പ്രസന്റ് മൊമെന്റിൽ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. എല്ലാ ഡിസ്ട്രാക്ഷൻസിനെയും നമ്മൾ നിരാകരിക്കുന്നുണ്ട്. സെയിൽസിലും അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ കസ്റ്റമറിന്റെ അടുത്ത് നമ്മൾ ടോട്ടലി പ്രസന്റ് ആയിരിക്കണ്ടേ? അവർ പറയുന്നത് കേൾക്കാനും അവരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനും അവരെവിടെയാണെന്ന് അറിയാനും കഴിഞ്ഞാലല്ലേ അവർക്ക് വേണ്ടുന്ന സൊല്യൂഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ നമുക്ക് പറ്റുള്ളൂ. ധ്യാനമാണെങ്കിലും സെയിൽസ് ആണെങ്കിലും അത് രണ്ടും നല്ല ക്ഷമയും സ്ഥിരതയും ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് എനിക്ക് മെഡിറ്റേഷൻ്റെ ഫീൽ കിട്ടിയില്ലെന്ന് പരാതി പറഞ്ഞു പോകുന്നവരുണ്ട്. ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ സെയിൽസിൽ മാസ്റ്റർ ആവാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അത് പറ്റാതെ ഒഴിവാക്കി പോകുന്നവരുണ്ട്. കൺസിസ്റ്റൻ്റ് ആയിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ധ്യാനത്തിലത് നമ്മളൊരു ഇന്നർ ഗ്രോത്തിലേക്കാണ് നയിക്കുന്നതെങ്കിൽ സെയിൽസിൽ വിശ്വസ്തതയിലേക്കും ക്രെഡിബിലിറ്റിയിലേക്കും വലിയ വലിയ വിജയങ്ങളിലേക്കും നയിക്കും. അതുകൊണ്ട് നിങ്ങളൊരു ഡീൽ ക്ലോസ് ചെയ്യാനുള്ള ശ്രമത്തിലാണെങ്കിൽ ധ്യാനത്തിലേക്ക് എത്താനുള്ള ഈ 3 കാര്യങ്ങൾ ഓർമ്മയുണ്ടാകണം. 1, അതിനുള്ള സാഹചര്യം ഒരുക്കുക. 2, ടോട്ടലി പ്രസൻ്റ് ആയിരിക്കുക. 3, നല്ല ക്ഷമയും സ്ഥിരതയും ഉണ്ടായിരിക്കുക. അടുത്ത നിങ്ങളുടെ ഡീലിൽ ഇതൊന്ന് ശ്രമിച്ചു നോക്കും. സെയിൽ എന്നുള്ള സങ്കല്പം തന്നെ മാറിപ്പോകുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഐ വിൽ സീ യു with more insights like this in our next video. Thank you.